കൃഷ്ണപ്രിയ, ഞാനാ. OTP എത്രയാന്ന് നോക്ക്. അമ്മേ, ആർക്കായി പാർസൽ? എനിക്കാ അമ്മേ. ഓവനാ, പുതിയ വീട്ടില് വെക്കാൻ. ഇതിന്റെ കാശോ? അതാ അമ്മ കൊടുക്കണം. അവൻ തന്ന പൈസ കയ്യിലിരിപ്പില്ലേ, അതീന്ന് എടുത്ത് കൊടുക്ക്. നീയാളെ കൊള്ളാലോ. ഈ കാശേ വീടിന്റെ വാടക കൊടുക്കാനുള്ളതാ. ഇതിൽ നിന്ന് 1 രൂപ എടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. അല്ല, അപ്പൊ എന്റെ ഓവൻ? അത് ബുക്ക് ചെയ്യുന്നതിന് മുമ്പ് ആലോചിക്കണായിരുന്നു. രാധമേ, വാടക പിരിക്കാൻ ഇറങ്ങിയതാ. ഒറ്റൊരാളും കൃത്യമായിട്ട് വാടക തരുന്നില്ല രാധമേ. എന്തോരം കാശ് മുടക്കിയ ഓരോന്നും ഉണ്ടാക്കി വെച്ചിരിക്കുന്നെ. ബാങ്ക് പലിശയുടെ പകുതിയുടെ പകുതി പോലും വാടക ഇനത്തിൽ കിട്ടുന്നില്ല. എന്നാലും ചോദിച്ചാലേ ആളുകൾ വാടക തരൂ. കഷ്ടമല്ലേ അത്? അതെന്റെ രുക്കു പറഞ്ഞത് സത്യമാ. അല്ല, ഇതൊരു പൂരത്തിനുള്ള ആളുണ്ടല്ല. എന്താ പരിപാടി? ഞാൻ വാടക പിരിക്കാൻ വേണ്ടി വന്നതാ. അല്ല, ഇയാളോ? എനിക്കുള്ള പാഴ്സലും കൊണ്ടുവന്നതാച്ചാ. അതെ, ക്യാഷ് കിട്ടിയിരുന്നെങ്കിൽ പോവായിരുന്നു. അമ്മേ, അതെങ്ങെടുത്ത് കൊടുക്കമ്മേ. വാടകയാ. ഇത് തരാൻ വേണ്ടി അങ്ങോട്ട് വരാൻ ഇറങ്ങുമായിരുന്നു. ഇങ്ങോട്ട് വന്ന സ്ഥിതിക്ക് ഇവിടെ വെച്ച് തരുന്നതല്ലേ മര്യാദ. ഓ, സന്തോഷം. മോളെ രമ്യേ, ഇത് പിടിക്ക്. ഞാൻ ബാക്കിയുള്ള റെന്റുകാരെയും കൂടെ കണ്ടിട്ട് വരാം. ശരി. അല്ല രുക്കു, ഞാനും വരുന്നത്. അവിടെ നില്ല്. അതെ, ഞാനെന്താ ചെയ്യേണ്ടത്? ഈ സാധനം തിരിച്ചു കൊണ്ടുപോട്ടെ? അമ്മയെ വിശ്വസിച്ചാ ഞാൻ ഇത് ഓർഡർ ചെയ്ത്. വെറുതെ ഒന്നും അല്ലല്ലോ. ഇങ്ങോട്ട് കാശ് തരാനുള്ളതുകൊണ്ടല്ലേ ഞാൻ ഇവിടെ നിൽക്കുന്നതും ഇങ്ങനെയൊക്കെ ചെയ്യുന്നതും. ബുദ്ധിമുട്ടാണെ പറഞ്ഞാ മതി. തരാനുള്ള സ്ത്രീധന തുകയുടെ ബാക്കി കാശ് തന്നാ ഞാനങ്ങ് പൊയ്ക്കോളാം. ഇല്ലഞ്ഞിട്ടല്ലേ മോളെ, മനഃപൂർവ്വമൊന്നല്ലല്ലോ. എപ്പോ നോക്കിയാലും ദാരിദ്ര്യം. എന്ന് തീരും ഈ നശിച്ച പഞ്ഞം പറച്ചില്. അമ്മേ, ഈ കാശ് അമ്മ വെച്ചോ. അത് വേണ്ട മോളെ, മോളോട് അമ്മ ചോദിക്കില്ലേ? എന്നോട് ഒരിക്കലും അമ്മ ചോദിക്കില്ല. അതാലോചിച്ച് അമ്മ വിഷമിക്കണ്ട. അല്ല മോളെ, വാങ്ങിക്കോ അമ്മേ. എന്തായാലും രമ്യ നാളെ നമ്മുടെ വീട്ടിലേക്ക് തന്നെ വരാനുള്ള ആളല്ലേ. ഭാവിയിലെ അമ്മായിയമ്മയ്ക്ക് ഭാവിയിലെ മരുമോള് മുൻകൂറായി തരുന്ന സഹായമായിട്ട് കണക്കാക്കിയ മതി. അല്ലേ രമ്യേ? ആ കാശ് ഇങ്ങോട്ട് തന്നേക്ക്. ഞാനേ ഇയാളെ ഒന്ന് പറഞ്ഞു വിട്ടോട്ടെ. നിങ്ങൾ സംസാരിച്ചു നിക്ക്, ഞാനങ്ങോട്ട് ചെല്ലട്ടെ. ഞാനും വരാം അമ്മേ. വാ. കണ്ടോ, രണ്ടാളും കൂടെ പോകുന്നത്. ഇതിനെയാ ഐക്യം എന്ന് പറയുന്നത്. നിന്നോട് ആരാ പറഞ്ഞേ രമ്യ ഈ വീട്ടിലെ മരുമോളായിട്ട് വരാൻ പോണെന്ന്? അതാരെങ്കിലും പറയണോ? അവൾക്കേ രാജുവിനെ വലിയ ഇഷ്ടം. ഈ ഇഷ്ടം കല്യാണത്തിലല്ലേ അവസാനിക്കൂ. എടി, ഞാൻ എന്റെ മകന് രാജു എന്ന് പേരിട്ടത് എന്തിനാണെന്ന് അറിയാമോ? അവനൊരു മഹാരാജാവൂന്ന് വിചാരിച്ചിട്ട് തന്നെയാ. അതിനുള്ള യോഗം ഉണ്ട് അവന്റെ ജാതകത്തില്. എന്റെ മോൻ മഹാരാജാവാകുമ്പോ അതിനൊത്ത ബന്ധം ഉണ്ടാവണ്ടേ അവന്? നീ കണ്ടോടി, ഒരു രാജകുമാരി തന്നെ വരും അവനെ കെട്ടാൻ. വലിയ കൊട്ടാരത്തിന്ന് പഠിപ്പും പ്രതാപമുള്ള ഒരു മഹാറാണി തന്നെ വരും. അതൊരിക്കലും രമ്യാവൂല. ആവാൻ ഞാൻ സമ്മതിക്കൂല.
പ്രതാപവർമ്മയുടെ വീട്ടില് പെണ്ണ് കാണാൻ പോകുന്ന ആൾക്കാരല്ലേ? അതെ. പോവാതിരിക്കുന്നതാ നിങ്ങൾക്ക് നല്ലത്. ഒരു തരത്തിലും നിങ്ങൾക്ക് ചേർന്ന ബന്ധമേ അല്ലത്. എത്രയും വേഗം തിരിച്ചു പോകുന്നതാ നല്ലത്. പെൺകുട്ടിയുടെ സ്വഭാവം മോശമാണ്. അല്ല. ആ കുട്ടിക്ക് വേറെ ഏതെങ്കിലും പ്രേമമോ മറ്റോ ഉണ്ടോ? ഇല്ല. പിന്നെന്താ പ്രശ്നം? ആ കുട്ടി കൊള്ളില്ല. എന്തുകൊണ്ട് കൊള്ളില്ല? അതാ ഞങ്ങൾക്കറിയേണ്ടത്. വ്യക്തമായ കാരണം കേൾക്കണം. അത് ഞങ്ങൾക്ക് ബോധ്യമാവണം. എങ്കിലേ കുട്ടി പറയുന്നത് ഞങ്ങൾ വിശ്വസിക്കൂ. ഞാൻ വെറുതെ പറയുന്നതല്ല. ആ കുട്ടി പഠിക്കാൻ വളരെ മോശം. ഫിസിക്സ് പരീക്ഷയുടെ അന്ന് കെമിസ്ട്രി പഠിച്ചോണ്ട് ചെല്ലും. അത്രേ ഉള്ളൂ. പഠിത്തം ഞങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. ഞങ്ങൾ ആ കുട്ടിയെ ജോലിക്കൊന്നും വിടാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെന്തിനാ പഠിത്തം? പഠിത്തം മാത്രമല്ല, അവള് രാവിലെ എണീക്കയില്ല. 12 മണിയാവും എണീക്കാൻ. അപ്പോഴേ തല പൊക്കൂ. വീട്ടിലെ ജോലികളാണെങ്കിൽ ഒന്നും ചെയ്യില്ല. ഈ കുലസ്ത്രീ എന്ന് പറയാറില്ലേ, അതിന് പറ്റിയ ഒരു യോഗ്യത അവൾക്കില്ല. ഇതൊക്കെ പറയാ നീ ആരാ? നിനക്കെങ്ങനെ അറിയാം അവളെ കുറിച്ചുള്ള കാര്യങ്ങൾ? എനിക്കറിയാവുന്ന സത്യങ്ങളാ ഇപ്പൊ പറഞ്ഞത്. വിശ്വസിച്ചാ നിങ്ങൾക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ ഭാവി തൊലയാൻ പോകുന്നത് നിങ്ങളുടെ തന്നെ ആയിരിക്കും. എന്താ വേണ്ടത്? തിരിച്ചു പോണോ? കല്യാണം മുടക്കികൾ ഏത് നാട്ടിലും കാണും. അവരുടെ വാക്കും വിശ്വസിച്ച് തിരിച്ചു പോകുന്നത് അത്ര നല്ല ശീലമല്ല. ആഹാ, ഇതുവരെ ഒരുങ്ങി കഴിഞ്ഞില്ലേ? അവരെത്താറായി. നല്ല കൂട്ടുരാൻ തോന്നുന്നു അല്ലേ ചേച്ചി? സംശയം എന്താ? കേന്ദ്രമന്ത്രിയുടെ അനിയന്റെ മകൻ. സ്വപ്നം കാണാൻ പറ്റുന്ന ബന്ധമാണോ ഇത്? കേട്ടോ യാമിനി, എന്റെ മകളായതുകൊണ്ട് പറയല്ല, ഇത്രയും സ്വഭാവ ഗുണമുള്ളൊരു കുട്ടി. നല്ല മനസ്സായി ഇവക്ക്. പിന്നെ നല്ല പ്രവൃത്തികളും. അതിന്റെ ഗുണം കൊണ്ടാ ഈ കല്യാണം നടക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റൂ ഇങ്ങനൊരു ആലോചനയെ പറ്റി? ചേട്ടാ, അവരെത്തി. മാഡം ഇവിടെ വന്ന് നിൽക്കാണല്ലേ? പതുക്കെ, ആരും കേൾക്കാൻ പാടില്ല. അല്ല, അത് മാഡം മിണ്ടരുതെന്ന് പറഞ്ഞില്ലേ? തന്നോട് ആരും ഇപ്പൊ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? അല്ല മാഡം, അതായത് ഈ കല്യാണം. അതൊക്കെ എനിക്കറിയാം. ഞാനത്ര മണ്ടിയൊന്നുമല്ല. എനിക്ക് നേർക്കൊരു അപകടം വന്നാ അതെങ്ങനെ ഒഴിവാക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതാ ഞാനിപ്പോ ചെയ്തിരിക്കുന്നത്. അതിന്റെ റിസൾട്ടേ ഈ വീട് അറിയാൻ ഇരിക്കുന്നതേ ഉള്ളൂ. മാഡം, ഞാനൊന്ന് പറഞ്ഞോട്ടെ? താൻ ഒന്നും പറയണ്ട. നോ മോർ ക്വസ്റ്റ്യൻസ്. ശബ്ദം ഉണ്ടാക്കരുത് നീ. ശരി, ഞാൻ മിണ്ടുന്നില്ല. ഇങ്ങനെ ഒരു ആലോചന വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നതല്ല. നമ്മുടെ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ഒന്നിക്കുക എന്ന് പറയുന്നത് എന്തുകൊണ്ട് നല്ലതാ. നമുക്ക് മാത്രമല്ല, നമ്മുടെ നാടിനും. യോജിക്കുന്നത് കേന്ദ്രവും സംസ്ഥാനവും ആണല്ലോ. ഇതാണ് കല്യാണപ്പെണ്ണ് സാനിയ. ചേച്ചി ഇതെവിടെയായിരുന്നു? അവരെത്തി. അപ്പോ ചടങ്ങ് മുടങ്ങിയില്ലേ? ഇത് ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യമല്ലേ? ചേച്ചി ചെയ്തു ഒന്നും അപ്പൊ ഏറ്റില്ലേ? ഇതെന്റെ അനിയൻ ശേഖരൻ. ഇത് ശേഖരന്റെ ഭാര്യ യാമിനി. അപർണ എവിടെ? മോളെ അപ്പു. ദാ വരുന്നു. ഇത് അപർണ, ശേഖരന്റെ മോള്. അല്ല, ഇത്രയും പേരേ ഉള്ളൂ? ഇനി 2 പേര് കൂടിയുണ്ട്. അത് രാജു. എന്റെ എല്ലാം ഇവനാ. ഈ വീട്ടിലെ ഒരു അംഗത്തെ പോലെ എനിക്ക്. ഇനി ഒരാളും കൂടിയുണ്ട്, എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരാൾ. ബേബി, വാ. എന്റെ പെറ്റായവൻ. ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവരിൽ ഒരാൾ. പെൺകുട്ടിയോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഏതുവരെ പഠിച്ചു? പഠിക്കാൻ മോശമാണല്ലേ? മോശം? ഇവളോ? 1ാം റാങ്ക്. എന്റെ കല്യാണം അല്ലേ? സാനിയുടെ ആണോ? ഞങ്ങൾ അറിഞ്ഞത് കുട്ടി പഠിക്കാൻ വളരെ മോശമാണെന്നാണല്ലോ. ഈശ്വരാ, പെട്ടല്ലോ.
ഒരു പെൺകുട്ടി വഴിയിൽ വെച്ച് അങ്ങനെയാ ഞങ്ങളോട് പറഞ്ഞത്. ഈ കല്യാണത്തിൽ നിന്ന് ഒഴിയണമെന്നും പറഞ്ഞു. ഇതിനിടയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? ആരായി നുണയൊക്കെ പറഞ്ഞത്? ആരായാലും ഞാനത് കണ്ടുപിടിച്ചോളാം. ഇത് അച്ഛനോട് പറയുന്നതാ നല്ലത്. രാഷ്ട്രീയമല്ലേ, വിരോധികൾ ഒരുപാടുണ്ട് എനിക്ക്. അവരാരെങ്കിലും ചെയ്തായിരിക്കും. ആയിരിക്കാം. ഞങ്ങളതൊന്നും തൽക്കാലം കാര്യമാക്കുന്നില്ല. ആ, അപ്പൊ പിന്നെ നമുക്കിത് ഉറപ്പിക്കാം. അതാരാ? ഇവിടുത്തെ ആളാണോ? ഈ കുട്ടിയെ ഞങ്ങൾ അറിയും. ഈ കുട്ടിയെ ഞങ്ങളോട് വഴിയിൽ വെച്ച് സാനിയ പഠിക്കില്ലെന്നൊക്കെ പറഞ്ഞത്. ഋതിക ഏട്ടന്റെ മോളാ. അത് ശരി. എന്നിട്ടെന്താ ഞങ്ങളെ പരിചയപ്പെടുത്താതിരുന്നത്? വർമാജി, അപവാദം പറഞ്ഞത് വേറെ ആരുമല്ല, സ്വന്തം മോള് തന്നെയാ. നമുക്കൊന്നുകൂടി ആലോചിച്ചിട്ട് പോരെ ഈ ബന്ധം? അത് മതി. സ്വന്തം മോളെ ഒരു അച്ഛൻ പരിചയപ്പെടുത്തിയില്ലെങ്കിൽ അതിന് തക്കതായ കാരണം ഉണ്ടാവുമല്ലോ. അതറിഞ്ഞിട്ട് മതി ഇനി അങ്ങോട്ടുള്ള നീക്കങ്ങൾ. വർമാജി, ഞങ്ങൾ ഇറങ്ങുക. പിണങ്ങിപ്പോവുകയൊന്നുമല്ല. ഞങ്ങൾക്ക് ഈ ബന്ധത്തെപ്പറ്റി ഒന്നുകൂടി ആലോചിക്കണം. അത് അച്ഛാ, അച്ഛാ, ഞങ്ങൾ നിന്നോട് എന്ത് ദ്രോഹം ചെയ്തു? എന്തിനാ നീ ഞങ്ങളോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എന്റെ മോളുടെ ജീവിതം നശിപ്പിച്ചല്ലോ നീ. അമ്മായി, ഞാൻ വേണ്ടടി, ഒന്നും നീ പറയണ്ട. നിനക്കേ എന്റെ മോളോട് അസൂയ. അതുകൊണ്ടാ ഈ കല്യാണം മുടക്കാൻ നീ ശ്രമിച്ചത്. പ്രതാപ, എന്തിനാ ഇവൾ ഇങ്ങനൊരു ദ്രോഹം ഞങ്ങളോട് ചെയ്തത്? അതിന് പകുതി രക്തമല്ലേ എന്റെ ഉള്ളൂ, ബാക്കി പകുതി അവളുടെ അല്ലേ? പത്മാവതി എന്ന എന്റെ ഭാര്യയുടെ. ഇവളിങ്ങനെ ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. പത്മാവതി കോടതിയിൽ എന്റെ മാനം കളഞ്ഞു. ഇവള് കൂടെ ജീവിച്ച് എന്റെ മാനം കളയുന്നു. മിണ്ടി പോകരുത്. അച്ഛനോ? ഇനി നീ എന്നെ അങ്ങനെ വിളിക്കരുത്. നീ എന്റെ ആരുമല്ല. ദാ, ആ കിടക്കുന്ന പട്ടിയുടെ സ്ഥാനം പോലും നിനക്കെന്റെ മനസ്സിലില്ല. വിഷവിത്താ നീ, വിഷവിത്ത്. കരയില്ലേ മാഡം? തനിക്ക് സമാധാനമായല്ലോ? അച്ഛന്റെ കയ്യിന്ന് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്നെ തല്ലി ഒളിച്ചപ്പോ തനിക്ക് തൃപ്തിയായല്ലോ? താൻ ഒറ്റൊരുത്തന എന്നെ ഈ അവസ്ഥയിൽ എത്തിച്ചത്. എന്നെ പെണ്ണ് കാണാൻ ആള് വരുന്നു താനല്ലേ എന്നോട് പറഞ്ഞത്? എന്നെയല്ല, സാനിയാണ് പെണ്ണ് കാണാൻ ആള് വരുന്നേന്ന് എന്തുകൊണ്ട് താൻ പറഞ്ഞില്ല?
പറഞ്ഞിരുന്നെങ്കിൽ ഈ കല്യാണം മുടക്കാൻ ഞാൻ ശ്രമിക്കുമായിരുന്നോ? അവസാനിയ ഒരു തെറ്റും ചെയ്യാത്ത അവളുടെ കല്യാണം ഞാൻ കാരണം മുടങ്ങിയില്ലേ? മാഡം എനിക്കൊരു അബദ്ധം പറ്റിയതാ, സോറി. ഇനി സോറി പറഞ്ഞിട്ട് എന്താ പ്രയോജനം? നടക്കാനുള്ളത് നടന്നു കഴിഞ്ഞില്ലേ? ഒരു പെൺകുട്ടിയുടെ ജീവിതമല്ലേ താൻ ഒറ്റ ഒരുത്തം കാരണം നശിച്ചത്. തന്നെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനും കൂട്ടുപ്രതിയാണല്ലോ. മാഡം ഞാൻ ഈ സത്യം അറിഞ്ഞപ്പോ പറയാൻ വേണ്ടി വന്നതാ. മാഡം പക്ഷേ പറയാൻ സമ്മതിച്ചില്ലല്ലോ. ഒരു ന്യായീകരണം എനിക്ക് കേൾക്കണ്ട. താൻ ചെയ്തത് തെറ്റ് തന്നെയാ. തന്നെ വിശ്വസിച്ച് ഞാൻ ഒരു മണ്ടി. ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ലോക ബഹുമാന്യാദി സ്ഥാനമാനങ്ങളും ജനപ്രീതിയും അധികാരപ്രാപ്തിയും മേലധികാരികളുടെ പ്രീതിയും സുഖവും ഫലം. ഇത് കൊറേ നേരം ആയല്ലോ പഞ്ചാംഗം കൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട്. എന്തായി നോക്കുന്നത്? ഞാൻ രാജുവിന്റെ ജാതകം നോക്കാണ്ടി. അവന്റെ ജാതകപ്രകാരം അടുത്ത മാസം മുതൽ രാജയോഗം തുടങ്ങാൻ പോവാണ്ടി. ശുക്രദശ അവന്, ശുക്രദശ. പതുക്കെ പറ മനുഷ്യ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉറക്കെ പറയാൻ പാടില്ലെന്നാ. അതിന്റെ ഫലം അങ്ങ് പോവും. അതൊക്കെ നിന്റെ തോന്നലടി. ശുക്രദശയില് സുഖിക്കാത്ത മനുഷ്യരില്ല. നമ്മുടെ മോനും അങ്ങനെ ഒരു നല്ല കാലം വരാൻ പോണത്. ഇത് കുറച്ച് പായസ. അമ്പലത്തിലാണോ മോളെ? അല്ല, ഞാൻ ഉണ്ടാക്കിയതാ. രാജുവേട്ടന് പാൽപ്പായസം ഇഷ്ടാണല്ലോ, അതുകൊണ്ട് ഉണ്ടാക്കിയതാ. അല്ല, രാജുവേട്ടൻ വന്നില്ലേ? എവിടെ? അവനെ കാത്തിരുന്ന ഇവിടെ ഇരിക്കലേ ഉണ്ടാവൂ. തോന്നുമ്പോ വരും, തോന്നുമ്പോ പോവും. എല്ലാത്തിനും ഒരു ചിട്ട വരണമെങ്കിലേ അവനൊരു കല്യാണം കഴിക്കണം. എന്നാ ഞാനിങ്ങോട്ട് പോട്ടെ. അല്ല മോളെ, പാത്രം അത് ഞാൻ പിന്നെ എടുത്തോളാം. എന്തൊരു നല്ല കുട്ടിയാ. രാജുവിനൊരു കണ്ണുണ്ട്. ഉണ്ടായിക്കോട്ടെ, നല്ലതല്ലേ? എനിക്കിഷ്ട രമ്യ. എന്നാ എനിക്കിഷ്ടമല്ല. നീ എന്തറിഞ്ഞിട്ടായി സംസാരിക്കുന്നത്? ഈ കല്യാണം എന്ന് പറയുന്നത് കുട്ടികളിയാണെന്നാണോ നിന്റെ വിചാരം? ഒരായുഷ്കാലം മുഴുവൻ നിലനിൽക്കേണ്ട ബന്ധം അത്. അതുകൊണ്ട് ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് എല്ലാ വശവും ഒന്ന് ആലോചിക്കണം. ആ വന്നൂലോ. മാമൻ തരാറുള്ള പതിവ്. താങ്ക് യു മാമ. ഇത് എന്റെ പതിവ്. ഇന്നും വൈകില്ലോടാ. ഓരോ തിരക്കല്ലേ അമ്മേ. ആ അമ്മേ, എനിക്ക് നല്ല വിശപ്പ്. ഞാൻ കഴിക്കാൻ എടുക്കാം. ആ എടുത്തോ. അതിനുമ്പേ എനിക്കൊന്ന് കുളിക്കണം. ആ എന്നാ പോയി കുളിച്ചിട്ട് വാ. ശരി. ഏട്ടാ, എന്റെ പരീക്ഷ ഫീസ് അടച്ചോ? ഞാൻ പറഞ്ഞ ചിട്ടിയുടെ ആദ്യ ഗഡു അടച്ചോ? എന്റെ പ്രിയേ, എന്ത് കണ്ണീ ചോരയില്ലാതെ നിങ്ങൾ ഈ പെരുമാറുന്നത്? പണിയെടുത്ത് ക്ഷീണിച്ചിട്ടാവും വന്നിരിക്കുന്നത്. അതിനൊന്നുമില്ലേ? ആദ്യം അവനൊന്ന് കുളിക്കട്ടെ. വിചാരണയൊക്കെ അത് കഴിഞ്ഞിട്ട് മതി. നീ പോയി കുളിക്കും മോനെ. ശരിയമ്മേ. കാശിന്റെ വിവരങ്ങളൊക്കെ നാളെ പറയാം. ശരിയമ്മേ. ഞങ്ങളുടെ സങ്കടങ്ങളൊക്കെ പിന്നെ ഞങ്ങൾ ആരോട് പറയും? പരീക്ഷയാ വരുന്നത്. ഒന്ന് മിണ്ടാതിരിക്കേണ്ട ശ്രീ. അവൻ വന്ന് കേറിയതല്ലേ ഉള്ളൂ. അമ്മേ, ഒരു ഗ്ലാസ് കൂടെ എടുത്തോ. ആ മോനെ, രമ്യ പായസം കൊണ്ട് തന്നിട്ടുണ്ട്. ആണോ? എന്നാ കുറച്ചെടുത്തോ. ആ കുട്ടിക്ക്
നിന്നോടൊരു പ്രത്യേക ഇഷ്ടമുണ്ട്. ഏതോ ഒരു സമയത്ത് ഞാൻ അവളോട് പറഞ്ഞതാ നിനക്ക് പാൽപ്പായസം വലിയ ഇഷ്ടാന്ന്. അത് ഓർത്തു വെച്ചേ അവൾ ഉണ്ടാക്കി കൊണ്ടുവന്നതാ. ആ ഞാൻ പോയി പായസം എടുത്തു തരാം. എന്താ സംശയം? ഞാൻ PGക്ക് തന്നെ ചേരും. നീ എവിടെയാണോ ചേരുന്നത് അവിടെ തന്നെ ഞാനും ഉണ്ടാവും. അഡ്മിഷനോ? അതൊക്കെ എന്റെ ഏട്ട ശരിയാക്കി തന്നോളും. എന്നാ ശരി, ഞാൻ പിന്നെ വിളിക്കാം. എടാ, എനിക്ക് തരാനുള്ള കാശിന്റെ കാര്യത്തില് തീരുമാനമായെങ്കിൽ ഒന്ന് പറയണേ. കിട്ടിയ വേഗം വീട് പണി തീർത്തിട്ട് എനിക്കങ്ങ് മാറായിരുന്നു. എടാ, നീ ഞാൻ പറയുന്ന വല്ലതും കേൾക്കുന്നുണ്ടോ? ഐഷു വളർന്നു വരുവാ. എല്ലാ കാലവും ഇവിടെ നിങ്ങൾക്കൊപ്പം നിൽക്കാൻ എനിക്ക് പറ്റില്ല. പ്രിയേ, നിർത്ത. ഈ വിഷയം നമ്മൾ എത്ര തവണ പറഞ്ഞതാ? ഉണ്ടായിട്ട് എടുത്തു തരാത്തൊന്നുമല്ലല്ലോ. ഇവന്റെ കയ്യിൽ കാശ് വന്നാ ആദ്യം തീർക്കുന്നത് നിന്റെ കടായിരിക്കും. ഓ, പറയാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. മോളെ പ്രസവിക്കാൻ വേണ്ടി വന്നതാ ഞാൻ. പിന്നെ തിരിച്ചു പോയിട്ടില്ല. അതെന്താ ആരും ഓർക്കാത്തെ?